അയ്യോ 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 എന്റെ കാല് അയ്യോ അയ്യോ കാലിലൊരു മുള്ളു വേണം തോന്നുന്നു. മുള്ളാണോ? പിന്നെ മുള്ളു കണ്ടില്ലല്ലോ, അകത്തെന്തോ കയറി പോയി. നിനക്കെന്ത് പോയെടുത്താ നീ വിട്. അവള് പോയി. അയ്യോ എന്റെ കാല്. നീ വാ, നീ നോക്ക്, നീ നോക്ക്. എന്താ ഇത്? മുള്ളു കയറിയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. പണ്ടേ അങ്ങനെ അടുത്തൂടെ പോയാ മതി നിലവിളിക്കാൻ. പിന്നെടുക്കാൻ പോയവൾക്ക് ഇവക്ക് പണ്ട് ആശുപത്രി പോണ്ട പനിയായിട്ട് പോകുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയുന്ന മൊത്തം പിന്നെ കിട്ടി. നീ പോടുന്നു പിന്നും കൊണ്ടുവന്നേക്കുന്നത്. പെണ്ണുണ്ട് പുണ്ണുണ്ട്. ഞാൻ വേണേ ഞാൻ എടുത്തുതരാം. അയ്യോ നല്ല ആള്. ഞാനേ ആ പച്ചലയില നോക്കിന്നാ മതി, വേരിക്കില്ല എന്നാ പറയാ. പൊന്നു അയ്യോ ഇതൊരു മുള്ളെന്ന് പറയാനില്ല, കാണാൻ പറ്റില്ല. മകൻ നമത്തിയൊക്കെ ചൂടൊക്കെയല്ലമ്മ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇടി എവനെ വിളിച്ചു കൊണ്ടുപോയാ അടുപ്പ് കല്ലിൽ ഒന്ന് ചവിട്ടിക്ക് ഒരു ഉപ്പ് കല്ലും വെച്ച് ഇതെല്ലാം അമർത്തി അങ്ങ് ചവിട്ടിയാ. ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല. അതെ അല്ല ഇപ്പൊ കോളടിച്ചല്ലോ സംഭവം. ചെലവുണ്ട് 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 ചെലവ്. അങ്ങനെയൊന്നും വിടുമെന്ന് വിചാരിക്കണ്ട. ആദ്യത്തതേ നടത്തിയില്ല. ശരി ശരി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓരോരുത്തരുടെ ചെലവ് എന്തോന്ന് ഇവിടെ വിളിയുമ്പോഴോ അവിടെ നിന്ന് കേൾക്കാല്ല. അയ്യോ എന്റെ പൊന്നോ, അതൊരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും. അതാ ഇത്രയുള്ള ഒരു മുള്ളു കിട്ടി അതിന്റെ ഉള്ളിൽ. എന്തോന്നാണ് ഇത്? എങ്ങനെയാണ് കറണ്ട് കമ്പിയിലൊക്കെ തുടരണേ? ഇങ്ങനെ മുള്ളുണ്ടോ ആരും വിഷമിക്കാതെ പോയി. നീ വേറെ സംഭവം പറഞ്ഞു, നമ്മുടെ നന്ദിയാട്ട ശ്രീദേവി രണ്ടാമതും പ്രസവിച്ചു ഇരട്ട പിള്ളേർ. ശ്രീദേവി എന്ന് പറഞ്ഞാല് നമ്മുടെ മറ്റേ ഡ്രൈവറിലെ സ്കൂൾ ബസ് ഓടിക്കുന്ന സുഭാഷിന്റെ ഭാര്യ. സതീശന്റെ പെങ്ങള് അവന് പണ്ട് കല്യാണം ആലോചിച്ച പെണ്ണ്. 10ക്ക് 10 പൊരുത്തമായിരുന്നു, ശുദ്ധ ജാതകം. അപ്പാണ് എന്റെ അളിയന് മൂക്ക് വെളിലായി പോയി. അയ്യോ എന്നിട്ട് കെട്ടിക്കൊണ്ടു നിൽക്കുന്ന ആളുടെ മൂക്ക് നോക്ക്. അയ്യോ വേറെ കാര്യം, ആ പെണ്ണായിട്ടാണ് അളിയൻ കെട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ 2 ഇരട്ട, ഇപ്പോഴത്തെ 2 ഇരട്ട, 4 ചെറുക്കന്മാര് എന്റെ താക്കളി മോളും കൂടെ ഇവിടെ. ഈ ചെക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെ രാജ്ഞിയായിട്ട് അവള് വിലസിയന. അത് കിട്ടൂല. നിനക്കെപ്പോഴും മുള്ളു തന്നെ അളിയാ പറഞ്ഞിട്ടുള്ളത്. ആള് തരം നോക്കി വിട്ടു വേണ്ട പറയാ. നീ ഇവിടെ കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് വിഷമിക്കില്ലേ? എന്താ അവിടെ പറയണ്ടെന്ന് അറിയില്ലേട്ടാ. നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോരോ ബഹളം ഉണ്ടാക്കാൻ നിൽക്കും രാവിലെ വന്നിട്ട്. എന്ത് സ്ഥിരമുള്ളത്? അത് എവിടെ എന്താ പറയണ്ടെന്ന് അറിയണം. രാവിലെ തന്നെ ചൊല്ലാൻ വേണ്ടി. ശ്രീദേവി പ്രസവിച്ച ഒരു വിവരം ഇവിടെ ഒന്ന് പറയാൻ ഞാൻ താഴെ പോയി പറയും. പിന്നെ അത് നിന്റെ വല്യമ്മയുടെ മകളാണല്ലോ പറയാം. പറഞ്ഞതിനൊന്നും ഒരു മകൻ പറയാത്തൊരു വീട് തന്നെ. അവള് വിഷമിച്ചാ പോയിരിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് വരട്ടെ കേട്ടാ. ഇന്നത്തെ പത്രം എവിടെ? കഴിഞ്ഞത് ഫോൺ ഇവിടെ. അല്ല മുള്ളില്ലാന്ന് പറഞ്ഞ മുള്ളൊക്കെ പോയി. വിളിച്ചെഴുന്നേക്കാൻ കടുവ പിടിക്കുന്നേ. Alien versus Alien.